നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു മെത്തേഡിലുള്ള കൂടുതൽ പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 2 sin 3x. നോൺ ഹോമോജനസ് ആണ്. yp മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും yc കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ കുറയ്ക്കാൻ അത് നന്നായിരിക്കും. എല്ലാ പ്രോബ്ലത്തിലും ഡ്യൂപ്ലിക്കേഷൻ വരാനൊന്നും ചാൻസ് ഇല്ല, ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഇല്ല. എന്നിരുന്നാൽ പോലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. yp കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണെങ്കിൽ പോലും ആദ്യം തന്നെ അസോസിയേറ്റഡ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ yc കണ്ടുപിടിക്കുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ ypയുടെ ഫോം ഗസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് yp കണ്ടുപിടിക്കുക. അതാണ് ഇതിൽ ഏറ്റവും നല്ല ഒരു വഴി. സോ ഇതിന്റെ അസോസിയേറ്റഡ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ 2 sin 3x പകരം 0 എന്ന് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ കിട്ടും y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ മൈനസ് എം പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ a ഈക്വൽ ടു 1, b ഈക്വൽ ടു മൈനസ് 1, c ഈക്വൽ ടു 1. സോ എം ഈക്വൽ ടു മൈനസ് 1 minus of minus 1, 1 plus or minus 1 into square 1, minus 4 into 1 into 1, so minus 4 divided by 2 into 1. So 1 plus or minus ഇവിടെ root minus 3 divided by 2. So 1 plus or minus I root 3 minus root minus 3 എന്നുള്ളത് I root 3 divided by 2. So നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. കോംപ്ലക്സ് റൂട്ട് ആണ്. 1 by 2 plus or minus I root 3 by 2. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ yc, അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. e raised to alpha x, ആൽഫ 1/2 ആണ്. സോ e raised to 1/2x ഇൻറ്റു സം c1 cos ബീറ്റ x, ബീറ്റ ഇതാണ് റൂട്ട് 3/2 x പ്ലസ് c2 sin റൂട്ട് 3/2 x. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ചില കേസുകളിൽ ഡ്യൂപ്ലിക്കേഷൻ വരാം. അപ്പോൾ ആ രീതിയിൽ yc കണ്ടുപിടിക്കാണ്ട് ypയുടെ ഫോം നോക്കി ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം വരാം. അതുകൊണ്ടാണ് എല്ലാ പ്രോബ്ലത്തിലും yc കണ്ടുപിടിക്കുന്നത്. ചില കേസുകളിൽ yc കണ്ടുപിടിച്ചില്ലെങ്കിലും നമുക്ക് yp തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. റയറായിട്ടാണ് ഈ ഡ്യൂപ്ലിക്കേഷനൊക്കെ ഒന്ന് വരിക. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം വീണ്ടും ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ycയും കൂടിയും ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഇനി ഇവിടെ g ഓഫ് എക്സ് വരുന്നത് 2 sin 3x ആണ്. സോ sin kx എന്നുള്ള മോഡലിലാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫോമിലാണെങ്കിൽ yp നമ്മൾ ഗസ് ചെയ്യാറുള്ളത് a cos 3x പ്ലസ് b sin 3x, ഇങ്ങനെയാണ് yp ഗസ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ yക്ക് പകരം yp റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ പരിപാടി. സോ yp ഡാഷ് ആവശ്യമുണ്ട്. a cos 3xന്റെ 3a മൈനസ് 3a sin 3x. ഇനി sin 3xന്റെ 3 cos 3x ആണ്. സോ 3b cos 3x. ഇനി yp ഡബിൾ ഡാഷ് ഒരു 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 9a cos 3x, ഇവിടെ മൈനസ് ആവും 9b cos 3x. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ്. സോ അതിനൊക്കെ പകരം ഞാൻ yp ഡാഷ് കൊടുക്കുകയാണ്. yp ഡാഷ് പ്ലസ് yp ഈക്വൽ ടു ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് yക്ക് പകരം yp കൊടുക്കുന്നു. ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. 2 sin 3x. സോ yp ഡബിൾ ഡാഷ് മൈനസ് 9a cos 3x മൈനസ് 9b cos sin 3x ആണ് ഇവിടെ sin 3x. yp ഡാഷ് വരുന്നത് മൈനസ് 3a sin 3x പ്ലസ് 3b cos 3x പ്ലസ് yp a cos 3x പ്ലസ് b sin 3x ഈക്വൽ ടു 2 sin 3x.
ഇനി നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നത് സൈൻ 3x-ൻ്റെയും കോസ് 3x-ൻ്റെയും ടേംസുകൾ മാത്രമാണ്. സോ ഇവിടെ നോക്കാം, -9 cos 3x ഉണ്ട്, ദെൻ 3b -3b cos 3x ഉണ്ട്. ഇവിടെ ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. -9 cos 3x -3b cos 3x then a cos 3x plus a cos 3x. ഇനി sin 3x വരുന്ന ടേംസ് ഞാൻ പ്ലസ് ആയിട്ട് എഴുതുന്നു, ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ -9b sin 3x, ഇവിടെ +3a sin 3x, ഇവിടെ b sin 3x ഈക്വൽസ് 2 sin 3x. അപ്പോൾ ഇവിടെ -9 ഉണ്ട്, ഇവിടെ a ഉണ്ട്, സോ -8a വരും, പ്ലസ് -3b ആണ്, സോ -3b cos 3x. ഇതേപോലെ തന്നെ സൈനിൻ്റെ ടേംസ് എടുക്കുമ്പോൾ ഇവിടെ 9b ഉണ്ട്, ഇവിടെ +b ഉണ്ട്, സോ പിന്നെ ഇവിടെ 3a ഉണ്ട്, സോ 3a -8b sin 3x ഈക്വൽ ടു 2 sin 3x. ഇനി രണ്ട് സൈഡും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ cos 3xൻ്റെ കോഎഫിഷ്യൻ്റ് -8a -3b ഈക്വൽസ്, അപ്പുറത്ത് cos 3xൻ്റെ ടേം ഇല്ല, അപ്പോൾ അത് ഈക്വൽ ടു 0. അടുത്തത് 3a -8b, അതാണ് sin 3xൻ്റെ കോഎഫിഷ്യൻ്റ്. ലെഫ്റ്റ് സൈഡിലെ sin 3xൻ്റെ കോഎഫിഷ്യൻ്റ് 3a -8b, അത് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ sin 3xൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. അപ്പം നമുക്ക് രണ്ട് അൺനോൺസ് ആണ്, എയും ബിയും. ഇവിടെ രണ്ട് ഇക്വേഷൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് അറിയാവുന്നതാണ്. എലിമിനേഷൻ മെത്തേഡോ ഏതെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റും രണ്ട് ഇക്വേഷൻസിന് നമ്പർ ചെയ്യുന്നു. 1 × 3 പ്ലസ് 8 × 2 ചെയ്യുന്നു. 1 × 3 ചെയ്യുമ്പോൾ -24a, അതായത് ഫസ്റ്റ് ഇക്വേഷൻ × 3 -8 × 3, ഇവിടെ -9b ഈക്വൽ ടു 0. ഇവിടെ 8 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സോ 8 × 3 24 a 64b ഈക്വൽസ് 2 × 8 16. ഇനി നമ്മൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എയുടെ ടൈം പോവും, -64 ഉണ്ട്, ഇവിടെ -9b ഉണ്ട്, സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -73b ഈക്വൽസ് 16 എന്ന് കിട്ടും. അതിൽ നിന്നും b ഈക്വൽസ് -16/73. ഇനി ഇതിലേതെങ്കിലുമൊക്കെ ഒരു വാല്യൂ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇംപ്ലൈസ് -8a ഈക്വൽ ടു 3b ആണ്, 3 × -16/73. സോ a ഈക്വൽ ടു 3 × -16/73 ഇൻറ്റു -1/8 കൂടിയും വരും. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ആവും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 × 2 6 എന്ന് വരും, 6/73. അപ്പോൾ എയും ബിയും കിട്ടി. yp എന്നുള്ളത് a cos 3x, സോ 6/73 cos 3x പ്ലസ് b sin 3x. അപ്പോൾ b എന്നുള്ളത് -16 ആണ്, സോ -16/73 sin 3x. ഇതാണ് ഇതിൻ്റെ yp. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻ കേസ് ജനറൽ സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നോൺ ഹോമോജിനസിൻ്റെ ജനറൽ സൊല്യൂഷനാണ് y ഈക്വൽ ടു yc പ്ലസ് yp, അതൊന്നും എടുത്തെഴുതാം. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരിക. ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സോ അത് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം നോക്കാം. സോൾവ് എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. y ഡബിൾ ഡാഷ് -2y ഡാഷ് -3y ഈക്വൽ ടു 4x - 5 പ്ലസ് 6x e raised to 2x.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ YC കണ്ടുപിടിക്കാം. ഇവിടെ എന്തായാലും സോൾവ് പറഞ്ഞിട്ടുണ്ട്. സോ YC എന്തായാലും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ g(x) വലിയൊരു ടേമാണ്. ഇതൊരൊറ്റ ഫംഗ്ഷനായിട്ട് കൂട്ടാവുന്നതാണ്. ഇത് മറ്റൊരു ഫംഗ്ഷൻ. ഇതിപ്പോൾ ഒരു ലീനിയർ പോളിനോമിയലാണ്. ഇപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയാണ് വരിക. y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ m² മൈനസ് 2m മൈനസ് 3 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്തിട്ട് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എ എന്നുള്ളത് 1, b ഈക്വൽ ടു -2, c ഈക്വൽ ടു -3. സോ m ഈക്വൽ ടു -2 എന്ന് പറയുമ്പോൾ +2, -2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു 4 ഇൻറ്റു 1 ഇൻറ്റു -3. സോ 12 എന്ന് വരും. അവിടെ +12 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ 4 + 12 അവിടെ 16 എന്ന് വരും. √16/2. സോ അത് 4 ആണ് ബൈ 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. m ഈക്വൽ ടു 2 + 4/2 3. 2 - 4/2 -1. അങ്ങനെ രണ്ട് വാല്യൂസ് -1ഉം 3യും. ഇങ്ങനെ 3യും -1 ഏത് വേണമെങ്കിലും എഴുതാം. സോ YC e⁻c1 e⁻3x + c2 e⁻−x. ഇതാണ് അതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ YC. ഇനി നമ്മുടെ YPയിലേക്ക് കടക്കാം. അതിനുവേണ്ടി g(x) 4x - 5 + 6x e⁻²x. ഇത് ഒരു ലീനിയർ പോളിനോമിയലായിട്ട് ഇത് g1(x), ഇത് മറ്റൊരു g2(x). ഇങ്ങനെ ഇതിനെ രണ്ടും സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. 4xഉം -5ഉം അങ്ങനെ സെപ്പറേറ്റ് ആക്കണ്ട. അത് രണ്ടും കൂടി നമുക്ക് ഒരു ലീനിയർ പോളിനോമിയലാണ്. സോ ഇത് യൂസ് ചെയ്ത് ഗസ് ചെയ്യുമ്പോൾ നോർമലി 4x - 5 ലീനിയർ പോളിനോമിയൽ ax + b, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ax + b. ഇനി അവിടെ 6x ഇത് ലീനിയർ പോളിനോമിയൽ ഇൻറ്റു e⁻²x. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലുള്ള ആ ഒരു ടേബിൾ അനലൈസ് ചെയ്താൽ കിട്ടും. ഇത് ലീനിയർ പോളിനോമിയൽ ആകുമ്പോൾ ഇനി ഞാൻ cx + e എന്ന് എടുക്കുന്നു. duc എന്നില്ല, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കാരണം ഇൻറ്റു e⁻²x. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ YPയുടെ ഒരു ഗസ് നമ്മൾ എടുക്കുന്നത്. YCയിലേക്ക് നോക്കുക, എന്തെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടോ. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ax + b + cx e⁻²x + e⁻²x. സോ x e⁻²x ഇവിടെ ഇല്ല, e⁻²x ഇവിടെ ഇല്ല, e⁻3x ഉണ്ട്, e⁻−x ഉണ്ട്. സോ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളൊരു പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ Yക്ക് പകരം YP റീപ്ലേസ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് അവിടെ YP ഡാഷും YP ഡബിൾ ഡാഷും എല്ലാം ആവശ്യമുണ്ട്. ax + bയിൽ എയുടെ axൻ്റെ a എന്ന് വരും. അപ്പുറത്ത് പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. c ഇൻറ്റു x e⁻²xൻ്റെ 2 ഇൻറ്റു e⁻²x പ്ലസ് e⁻²x ഇൻറ്റു എക്സിൻ്റെ 1 എന്നാണ് വരിക. പ്ലസ് ഇവിടെ e⁻²xൻ്റെ 2e e⁻²x. സോ അതൊന്ന് ഭംഗിയിൽ എഴുതുമ്പോൾ a + 2c x e⁻²x പ്ലസ് c e⁻²x പ്ലസ് 2e e⁻²x. ഇനി YP ഡബിൾ ഡാഷ് കാണുക. എയുടെ 0 ആവും. 2c ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ x ഇൻറ്റു e⁻²xൻ്റെ 2 e⁻²x എന്ന് വരും. ദെൻ e⁻²x ഇൻറ്റു 1 എന്ന് വരും. ഇവിടെ 2c e⁻²x, ഇവിടെ 4 ആവും. 2 ഇൻറ്റു 2 4e e⁻²x. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4c e⁻²x e⁻²x പ്ലസ് 2c e⁻²x പ്ലസ് 2c e⁻²x വരുന്നുണ്ട്. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് 4c e⁻²x എന്ന് എഴുതിയാൽ മതി.
plus 4c e raised to 2x plus 4 e raised to 2x ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ yp ഡബിൾ ഡാഷ് മൈനസ് 2yp ഡാഷ് മൈനസ് 3yp ഈക്വൽ ടു 4x മൈനസ് 5 പ്ലസ് 6x e raised to 2x. So yp ഡബിൾ ഡാഷിന് പകരം 4c x e raised to 2x plus 4c e raised to 2x plus 4e e raised to 2x minus 2 into yp dash. So a plus 2c x e raised to 2x plus c e raised to 2x plus 2e e raised to 2x. Then minus 3yp. So 3yp 3 into yp വരുന്നത് ax plus b plus cx e raised to 2x plus e raised to 3x equal to നമ്മുടെ g of x വരുന്നത് 4x minus 5 plus 6x e raised to 2x. ഞാൻ സിംപ്ലിഫിക്കേഷൻ പെട്ടെന്ന് എഴുതുന്നു. ഒരുമിച്ച് ഒരേപോലെ വരുന്ന ടേംസ് എല്ലാം ഒരുമിപ്പിച്ച് എഴുതുക. അപ്പോൾ ആദ്യം എക്സ് വരുന്ന ടേംസുകൾ നോക്കാം, അല്ലെങ്കിൽ ആദ്യം കോൺസ്റ്റൻറ്റ് ടേംസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കാം. ഇവിടെ ആകെ ഒരു ടേമാണ് എക്സ് ഒറ്റയ്ക്കായിട്ടുണ്ടായിരിക്കുകയുള്ളൂ, മൈനസ് 3ax ആണ്. സോ മൈനസ് 3ax. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് കോൺസ്റ്റൻറ്റ് ടേമാണ്. കോൺസ്റ്റൻറ്റ് ടേമുകൾ രണ്ടെണ്ണമാണ് ഇവിടെ ഉണ്ടാവുക, മൈനസ് 2a മൈനസ് 3b. ഇനി അടുത്തത് എടുക്കുന്നത് എക്സ് ഇ റേസ്റ്റ് ടു എക്സിൻ്റെ ആണ്. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആകെ ഉള്ളത് മൈനസ് 3c എക്സ് ഇ റേസ്റ്റ് ടു എക്സ് ആണുള്ളൂ. ഇനി ഉള്ളത് ഇ റേസ്റ്റ് ടു എക്സിൻ്റെ ടേംസ് ആണ്. അപ്പോൾ അതിനെല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നു. 2c മൈനസ് 3e ഇ റേസ്റ്റ് ടു എക്സ് ഈക്വൽ ടു 4x മൈനസ് 5 പ്ലസ് 6x ഇ റേസ്റ്റ് ടു എക്സ്. ഇനി കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. എക്സ് വരുന്നത് ഇവിടെ മൈനസ് 3a, അപ്പുറത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എയുടെ വാല്യൂ നമുക്ക് കിട്ടി മൈനസ് 4/3. ഇനി അടുത്തത് കോൺസ്റ്റൻറ്റ് ടൈം മൈനസ് 2a മൈനസ് 3b. ഞാൻ കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു അപ്പുറത്തെ കോൺസ്റ്റൻറ്റ് ടൈം മൈനസ് 5 ഒരു ഇക്വേഷൻ. ഇനി മൈനസ് 3c എക്സ് ഇ റേസ്റ്റ് ടു എക്സിൻ്റെ ഈക്വൽ ടു 6. ഇനി 2c മൈനസ് 3e ഈക്വൽ ടു ഇ റേസ്റ്റ് ടു എക്സിൻ്റെ ടൈം അവിടെ ഇല്ലാത്തത് കൊണ്ട് 0. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് 4/3 നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഇതിൽ നിന്നും മൈനസ് 3b ഈക്വൽസ് മൈനസ് 5 പ്ലസ് 2a എന്നാണ് വരിക, പ്ലസ് 2 ഇൻറ്റു മൈനസ് 4/3. സോ മൈനസ് 5 പ്ലസ് മൈനസ് 8/3. അപ്പോൾ മൈനസ് 15 മൈനസ് 23/3. മൈനസ് 3b ഈക്വൽസ്. സോ ഇതിൽ നിന്ന് b ഈക്വൽസ് ഒരു 3 ഡിവൈഡ് ചെയ്യുക. മൈനസ് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 23/9 എന്ന് കിട്ടും. ഇവിടെ നിന്നും c ഈക്വൽ ടു 6/-3, അപ്പോൾ -2. പിന്നെ ഉള്ളത് അടുത്തത് ഈ കൂടിയാണ്. മൈനസ് 3e ഈക്വൽ ടു മൈനസ് 2c. സോ മൈനസ് 3e ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു മൈനസ് 2. സോ 4 എന്ന് വരും. സോ e ഈക്വൽ ടു അഗെയിൻ മൈനസ് 4/3. അപ്പോൾ ഈയുടെ വാല്യൂ കിട്ടി 4 ആർബിട്രറി അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. a b c e ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയതുകൊണ്ടാണ് നമ്മളതിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ഡിനെ. സോ നമുക്ക് a മൈനസ് 4/3 എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ടൈം b 23/9 മൈനസ് yp ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് c എക്സ് ഇ റേസ്റ്റ് ടു എക്സ്. സോ c മൈനസ് 2 ആണ്, 2x ഇ റേസ്റ്റ് ടു എക്സ് മൈനസ് 4/3
ഇ റേസ് ടു 2x ആയിരുന്നു. സോ -4/3 ഇ റേസ് ടു 2x. ഇനി ജനറൽ സൊല്യൂഷൻ ഓഫ് ഗിവൺ ഇക്വേഷൻ, അതായത് നോൺ ഹോമോജിനസ്. yc പ്ലസ് yp ആണ്. സോ yc പ്ലസ് yp, yc നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. c1 ഇ റേസ് ടു 3x പ്ലസ് c2 ഇ റേസ് ടു -x. ഇനി ഈ yp മുഴുവൻ എഴുതാറുണ്ട്. -4/3x പ്ലസ് 23/9 -2x ഇ റേസ് ടു 2x -4/3 ഇ റേസ് ടു 2x. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇനി ഇതിങ്ങനെ ചെയ്യാണ്ട് നമുക്ക്, അതായത് y ഡബിൾ ഡാഷ് -2y ഡാഷ് -3y ഈക്വൽ ടു 4x -5, ഇത് സോൾവ് ചെയ്തിട്ട് yp1 കണ്ടുപിടിക്കാം. അതേപോലെ y ഡബിൾ ഡാഷ് -2y ഡാഷ് -3y ഈക്വൽ ടു 6x ഇ റേസ് ടു 2x, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. yp2 കണ്ടുപിടിക്കാം. ദെൻ yp എന്നുള്ളത് yp1 പ്ലസ് yp2, ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത്, തെറ്റുകൾ കൂടാതെ ചെയ്യാൻ പറ്റുന്നത് ഏതാണോ ആ മെത്തേഡ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അടുത്തത് ഫൈൻഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് -5y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 8 ഇ റേസ് ടു x. സോ ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ g ഓഫ് x ഇവിടെ 8 ഇ റേസ് ടു x ആണ്. സോ yp നമ്മൾ a ഇ റേസ് ടു x, നോർമലി നമുക്കത് തന്നെയാണ് ഗസ് ചെയ്യേണ്ടത്. അപ്പോൾ yp ഡബിൾ ഡാഷ് വരെ കാണണം. yp ഡാഷ് a ഇ റേസ് ടു x തന്നെ, yp ഡബിൾ ഡാഷും a ഇ റേസ് ടു x തന്നെ. സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ yക്ക് പകരം yp റീപ്ലേസ് ചെയ്യുമ്പോൾ 5yp ഡാഷ് പ്ലസ് 4yp ഈക്വൽ ടു 8 ഇ റേസ് ടു x. സോ ഇതിൽ നിന്നും yp ഡബിൾ ഡാഷ് a ഇ റേസ് ടു x -5 ഇൻറ്റു a ഇൻറ്റു ഇ റേസ് ടു x പ്ലസ് 4a ഇ റേസ് ടു 4 ഇൻറ്റു yp ആണ് 4a ഇ റേസ് ടു x ഈക്വൽ ടു 8 ഇ റേസ് ടു x. സോ ഇതിൽ നിന്നും a ഇ റേസ് ടു x പ്ലസ് 4 അത് 5 ആവും. 0 ഈക്വൽ ടു 8 ഇ റേസ് ടു x. സോ നമുക്കിവിടെ ഒരു സ്റ്റക്കാവും, നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല, എന്തോ ഒരു തെറ്റുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ yp ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ചില കേസുകളിൽ ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം സംഭവിക്കുന്നത്. സോ ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ട് yc കണ്ടുപിടിച്ചതിന് ശേഷം ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ട് yp കറക്റ്റായിട്ട് നമുക്ക് ഗസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം ഇവിടെ വരുന്നത്. yc കണ്ടുപിടിച്ചില്ലെങ്കിൽ yp ഇതുപോലെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പണിയൊക്കെ വീണ്ടും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നോർമലി ഇതെല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ പ്രശ്നമൊന്നും വരില്ല, റയറായിട്ട് ചിലതിൽ മാത്രമേ വരുള്ളൂ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് വീണ്ടും മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ കൺവിൻസിങ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ എടുക്കാവുന്നതാണ്. yp കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ yc കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും, അത് മറ്റേതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലാണ്ട് yp കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ yc കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് കാണാണ്ട്, ഈ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ആണെങ്കിൽ yp മാത്രം കണ്ടുപിടിച്ച ആൾക്കും ഒരേ മാർക്ക് തന്നെയാണ് കിട്ടുക. സോ നിങ്ങളുടെ ഒരു ലക്ക് പോലെ ഇരിക്കും, ചിലപ്പോഴാണ് ഈ പ്രോബ്ലം വരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ ഇപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. ഇതുവരെ ഉള്ളതിലൊന്നും ആ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. y ഡബിൾ ഡാഷ് -5y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0, അതാണ് ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ m² -5m പ്ലസ് 4 ഈക്വൽ ടു 0. എമ്മിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ എന്നുള്ളത് 1, b ഈക്വൽ ടു -5, c ഈക്വൽ ടു 4. സോ -5 പ്ലസ് 25
minus 4 into 4 in 1 into 4 divided by 2 into 1. So 5 plus or minus 25 minus 16. അപ്പോൾ നമുക്കറിയാം അത് 9 വരും. റൂട്ട് 9 3 ആണ് ബൈ 2. 8/2 4, 5 മൈനസ് 3/2 1. സോ m1 m2 ഇങ്ങനെയാണ് വരിക. സോ yc ഈക്വൽ ടു c1 e raised to m1x c1 e raised to 4x പ്ലസ് c2 e raised to 1x, അതായത് e raised to x. അപ്പം ഇനി നോക്കാം, നമ്മൾ നേരത്തെ എടുത്തത് a e raised to x ആണ്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്. ycയിലെ ഇത് y1 y2 ആണെങ്കിൽ y2ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ് ഈ എടുത്തിട്ടുള്ള yp a e raised to x. ഇവിടെ എല്ലാം സെയിം ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് yp എടുത്തിട്ടുള്ളത്. സോ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. yp എന്നുള്ളത് ax e raised to x. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു സൊല്യൂഷൻ. c1 e raised to ഇവിടെ 0 വന്നു, 1 1 ഡബിൾ റൂട്ട് റിപ്പീറ്റഡ് റൂട്ട്സ് വന്നാൽ c1 e raised to x, c2 x e raised to x എന്നാണ് നമ്മുടെ yc വരിക. ആ കേസിൽ ഇങ്ങനെ വന്നാൽ 1 1 എന്ന് വന്നാൽ അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് പോരാ, അത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. എക്സ് സ്ക്വയർ തന്നെ വേണം. ഇപ്പം അവിടെ അതിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ എക്സ് മതി. ഇതാണ് ഇതിൻ്റെ yp ax e raised to x. ഇനി yp ഡാഷും yp ഡബിൾ ഡാഷൊക്കെ കാണാം. yp ഡാഷ് പ്രൊഡക്റ്റ് റൂൾ വേണം. x ഇൻറ്റു e raised to x പ്ലസ് e raised to x. സോ a e raised to ax e raised to x പ്ലസ് a e raised to x. yp ഡബിൾ ഡാഷ് കാണുമ്പോഴും ഒരു ടൈമിൽ പ്രൊഡക്റ്റ് റൂൾ a ഇൻറ്റു എക്സ് e raised to x, x ഇൻറ്റു e raised to x ഇൻറ്റു e raised to x തന്നെ പ്ലസ് e raised to x ഇൻറ്റു 1 ആണ് പ്ലസ് a e raised to x. അപ്പോൾ നമുക്കിതിൽ നിന്നും ax e raised to x, ഇവിടെ a e raised to x a e raised to x, സോ 2a e raised to x ഇതാണ് yp ഡബിൾ ഡാഷ് വരുന്നത്. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ yp ഡബിൾ ഡാഷ് മൈനസ് 5 yp ഡാഷ് പ്ലസ് 4 yp ഈക്വൽ ടു 8 e raised to x. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ax e raised to x പ്ലസ് 2a e raised to x ypയുടെ ടൈമായി, മൈനസ് 5 ഇൻറ്റു yp ഡാഷ് ax e raised to x പ്ലസ് a e raised to x പ്ലസ് 4 ഇൻറ്റു yp. സോ 4 ഇൻറ്റു ax e raised to x ഈക്വൽ ടു 8 e raised to x. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ax e raised to x 2a e raised to x minus 5ax e raised to x minus 5a e raised to x plus 4a x e raised to x equal to 8 e raised to x. ഇവിടെ a e raised to x 5a minus 5a plus 4ax ax. അപ്പോൾ ഇതെല്ലാം കൂടി ക്യാൻസൽ ആവും. ഇവിടെ a plus 4a എന്നുള്ളത് 5a ആവും. ഇവിടെ മൈനസ് 5x e raised to x ഉണ്ട്, ഇതെല്ലാം ക്യാൻസൽ ആവും. ഇവിടെ 2a e raised to x ഉണ്ട്, മൈനസ് 3a 5a e raised to x ഉണ്ട്. സോ അതിൽ നിന്നും മൈനസ് 3a e raised to x ഈക്വൽ ടു 8 e raised to x. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3a ഈക്വൽ ടു 8, ഇതിൽ നിന്നും a ഈക്വൽ ടു മൈനസ് 8/3 എന്ന് കിട്ടും. സോ നമ്മുടെ yp വരുന്നത് ax e raised to x ആണ്. സോ മൈനസ് 8/3 x e raised to x. ഇതാണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ളൂ ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ, ഇത്രയേ ഉള്ളൂ. ജനറൽ സൊല്യൂഷൻ വെറുതെ ഇതിൻ്റെ കൂടെ എഴുതുന്നു എന്ന് മാത്രം. y ഈക്വൽ ടു yc പ്ലസ് yp. സോ yc കിട്ടിയിട്ടുള്ളത് c1 e raised to 4x പ്ലസ് c2 e raised to x മൈനസ് 8/3, അതായത് നമ്മുടെ yp ആണ് x e raised to x. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇതിൽ ചോദിച്ചിട്ടില്ല, അതിൻ്റെ കൂടെ ഒന്ന് ചെയ്തെന്ന് മാത്രം.